പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പരിശുദ്ധ മതേമലായ മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു വിഷയം തന്നെ പല പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇനി എന്ത് ചെയ്യണം, പ്രാർത്ഥന നിർത്തണോ, ഇതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മശക്തിയും ആത്മധൈര്യം കരുതുന്നതിന് വേണ്ടി പ്രത്യേക അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗം മുട്ടിപ്പോയവർ, ജീവിതമാർഗം തീർന്നു പോകാൻ പോകുന്നവർ, ജീവിതമാർഗം പൊളിച്ചു പണിയാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം നീ ഈശ്വരനാമത്തെ ആശ്രയിക്കുന്നു. വിവാഹിതരെ, വിവാഹ ജീവിതത്തെ പ്രയാസങ്ങളോട് ഒരുമിച്ച് പിരിഞ്ഞു പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കർത്താവ് ആശ്രയിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഓരോരോ രോഗാവസ്ഥ മാറുന്നില്ലല്ലോ, വിട്ടുന്നതിനെ ബാധ്യമാണല്ലോ, മറ്റുള്ളവർ പറയണം, രഹസ്യമായിട്ട് പറയണ പോലെ കേട്ടുകൊണ്ട് അതിൻ്റെ സംഘടിപ്പൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന മക്കളെ അവർ കർത്താവ് ഏറ്റെടുക്കണം, അവരുടെ വേദന ഏറ്റെടുത്ത് അവർ സുഖപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായിട്ട് കട്ടിൽ കിടക്കുന്നവർ, തളർവാരോഗികളായി കിടക്കുന്ന ആൾക്കാരെ കർത്താവ് സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ പാകോടുപടി നടക്കാത്ത കുടുംബങ്ങൾ, പാകോടുപടി നടക്കാനുള്ള വസ്തുക്കൾ അങ്ങനെ ദൃശ്യം പ്രാർത്ഥിക്കുന്നു. അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും കർത്താവ് നിങ്ങളെ സന്ധിക്കുകയും ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പിതാപുത്രൻ പരിശുദ്ധാത്മാ സർവ്വശരെ നയിക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ഒരു വിഷയത്തിന് ഇന്ന പ്രാർത്ഥന, ഇന്ന വിഷയം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഓരോ ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. പക്ഷേ വചനം കേൾക്കുന്നതിൻ്റെ പിന്നിലും ഇങ്ങനെ ഒരു ഇക്കോണമി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക, ആത്മീയത, അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള ആധ്യാത്മികത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്നൊക്കെ വലിയ കാര്യമുണ്ട്, അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് മാറാൻ നടക്കണമെന്ന് പറയും. അപ്പോൾ എനിക്ക് കാര്യമൊന്നുമില്ല, കാര്യം ഞാൻ റിട്ടയർഡാണ്,
എനിക്ക് നല്ല പെൻഷൻ കിട്ടും, എൻ്റെ മക്കളെല്ലാം സെറ്റിൽഡാണ്. അപ്പോൾ അഭിവൃദ്ധിയുടെ ആനുപാതികമായിട്ടായിരിക്കും ആൾക്കാർക്ക് ആധ്യാത്മിക വരുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത്, ദൈവ കൃപയുടെ വാതിൽ ഇവർക്കെതിരെ അടയപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് ഇതിൻ്റെ അപ്പുറത്തൊന്നും ഇവരുടെ ഈ നശിച്ചു പോണ ഫേവേഴ്സ് ഭൗതിക ആനുകൂല്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തെ കാണാൻ പറ്റാത്തത് എൻ്റെ കാരണം അതാണ്. പല ആൾക്കാരുടെയും പ്രാർത്ഥനകളുടെ പിന്നിലുള്ളത് തെണ്ടിക്കല്ല എന്നുള്ളത് തന്നെയാണ്. എന്താണ്? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ പേരകിടാങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മകളെ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കുഴപ്പമുണ്ടായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു, കുഞ്ഞ് ജനിച്ചപ്പോൾ പിന്നെ നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ എല്ലാം നമുക്ക് എങ്ങനെ തലകുത്തി പറഞ്ഞാലും, അതായത് മനുഷ്യൻ പ്രാർത്ഥിക്കണതെല്ലാം അവൻ്റെതായ ദൈവം അവൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഒരു പരിഹാരകനായിട്ട് മാത്രമാണ് ദൈവത്തെ മനുഷ്യൻ കാണുന്നതും അനുഭവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ അനുഗ്രഹദാതാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യനൊരിക്കലും ഉയരണമില്ല. അപ്പോൾ അവരോട് ഈ അധ്വാനിക്കണമെങ്കിലൊക്കെ ഇപ്പം ഈ സാപത്തിനെ കുറിച്ച് ഇസ്രായേൽ പറയുമ്പോൾ അധ്വാനിക്കാതിരിക്കുമ്പോൾ ഇരിക്കുന്ന ഒരു ദിവസത്തിൽ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുമെന്നാണ്. അത് ഇസ്രായേലിൻ്റെ ഒരു അനുഭവമാണ്. നിങ്ങൾ മന്ന ശേഖരിക്കാതിരുന്നാൽ മതി, നാളെയുള്ളത് കർത്താവ് അധ്വാനിച്ച് നമുക്ക് വേണ്ടി തന്നോളൂ എന്ന്. അതിനല്ലേ മോസസ് പറയണത്. ഇപ്പം നമ്മൾ ഞാൻ പറയാൻ കാരണമേ, നമ്മുടെ ഈ പുറപ്പാടിൻ്റെ പുസ്തകം 16:5 വായിച്ചേ. 6-ാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്ത് കൊണ്ടുവന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിക്കുന്നതിന്റെ ഇരട്ടി ഉണ്ടാകും. അപ്പോൾ ദിനം പ്രതി ശേഖരിക്കുന്നത് അവർക്കറിയാം, അവർക്ക് എടുക്കാവുന്നതിൻ്റെ അവരുടെ ആവശ്യത്തോടെ എടുക്കും. പക്ഷേ പിന്നീട് എന്താ പറഞ്ഞേക്കണത്, നിങ്ങൾ നാളത്തേക്കത് മാറ്റി വെക്കരുത്, നാളെ കർത്താവിൻ്റെ കൂടെ ഇരിക്കേണ്ട സമയമാണെന്ന് പറയും. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പിന്നെ കർത്താവാണത് അതിനു വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ കോമ്പൻസേഷൻ്റെ സമയമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഞായറാഴ്ചകളിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഞായറാഴ്ചയല്ല. അപ്പോൾ ഞായറാഴ്ച ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ആരും ജോലിക്ക് പോകത്തില്ലായിരുന്നു. ഇപ്പോഴീ കോൺട്രാക്ടർമാരും ജോലി നഷ്ടപ്പെടുന്നുള്ള സമ്മർദ്ദങ്ങളെല്ലാം കാരണം ജനങ്ങൾ ഞായറാഴ്ച കുർബാന പോലും മുടങ്ങാൻ ചില ആൾക്കാർ ജോലിക്ക് പോകും. അത് ഗൾഫ് രാജ്യങ്ങളിൽ അവർക്ക് ഞായറാഴ്ച ഇല്ലാത്തത് കൊണ്ട് അവർ വെള്ളിയാഴ്ച ആണ് അവിടെ ആചരിക്കണത്. വെള്ളിയാഴ്ച അവിടെ കുർബാനയുണ്ട്. പക്ഷേ അവർ ഞായറാഴ്ച കുർബാന ഇല്ലല്ല എന്നും പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച പോകത്തുമില്ല. അതപ്പോൾ ഞായറാഴ്ച കുർബാന ഇല്ലാഞ്ഞ കാരണം അത് അവർക്കൊരു മുട്ടാഴ്ത്തി പറയാൻ വേണ്ടിയുള്ള ഒരു ഉതപ്പായിട്ട് മാറിയിരിക്കുന്ന വിഷയം. അപ്പം ഇങ്ങനെ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ദൈവത്തെ ഒഴിവാക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ ഇപ്പോൾ തുടങ്ങിയല്ലത്, പണ്ട് പോലെ ഉണ്ട്. കർത്താവ് ഒഴിവ് കഴിവിൻ്റെ കാര്യം പറയത്തില്ലേ, ഞാനൊരു ഹെയർ കളയെ വാങ്ങിച്ചു, അതിനെ പരീക്ഷിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നിലവുഴിന കാട്. അപ്പോൾ കർത്താവിൻ്റെ കാലത്ത് ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ടുള്ള അണ്ണന്മാരുണ്ട്. ഇന്നും ഓരോരോ കാര്യത്തിനും ഒഴിവ് കഴിവ് പറയും. കൊച്ചിന് പാടില്ല, പിന്നെ അപ്പൻ കിടപ്പിലാണ്. എന്നാൽ അപ്പനൊന്നും കിടപ്പിലാണെങ്കിൽ ഇവള് അതിൻ്റെ അകത്ത് നോക്കത്തില്ല. അവൾ ചിലപ്പോൾ വാട്സപ്പിൽ നോക്കിക്കൊണ്ടിരിക്കും. ഇതിന് അപ്പനെ വെച്ച് അവൾ ജാക്കിയാക്കിയിട്ട് ജാമ്യം എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഈ ജനം പറഞ്ഞിട്ട് കേട്ടില്ല മോശസിനോട്. പുറപ്പാട് 16:19 വായിച്ചേ. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കി വെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ഇതാ സംഭവം. കുറെ പേര് അനുസരിക്കാതിരിക്കുകയെ. നമ്മൾ എന്ത് അത്ഭുതങ്ങൾ അനുദിനം കണ്ടാലും അനുസരിക്കാതിരിക്കുന്ന ആൾക്കാർ അന്നേ ഉണ്ടായിരുന്നു. ഇത് എന്താ വെച്ചാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചോളൂ, നിങ്ങൾ മൗനമായി ഇരുന്നാലും മതി എന്ന് പറഞ്ഞാലേ മൗനമായി പോയി കലികെ കുത്തിയിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. മാർത്ത നീ അനേക കാര്യങ്ങളെ ഓർത്തുകൊണ്ട്
ഉത്കണ്ഠാകുലരായിരിക്കുന്നു. മറിയം സാബത്ത് ആചരിച്ചെന്നാണ് പറയണേ. എന്നുവെച്ചാൽ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, എന്താ കർത്താവിൻ്റെ കൂടെ ഇരുന്നു. ലൂക്കാ 10:42 ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, നല്ല ഭാഗം തിരഞ്ഞെടുത്തി, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. അപ്പൊ സാബത്തിന്റെ വിശ്രമങ്ങളും കർത്താവിനെ കൊണ്ട് അധ്വാനിപ്പിക്കാനുള്ള ഒരു ആധ്യാത്മിക തന്ത്രമാണത്, ടെക്നിക്ക് അത് തന്നെ. പക്ഷേ കർത്താവിന്, അതുകൊണ്ടാണ് മോസസും പറയണത് പുറപ്പാട് 14:14 എടുക്ക്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ശാന്തരായിരുന്നു വെച്ച് കഴിഞ്ഞാല് വായു വെള്ളവും കൊണ്ടുകൊണ്ടിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. കർത്താവിൻ്റെ കൂടെ ഇരിക്കുക, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. സങ്കീർത്തനം 46:10 ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഇത് ലിങ്ക് ചെയ്യാവുന്ന വചനങ്ങളാണ്. എന്നുവെച്ചാൽ നിങ്ങൾ പുറപ്പാട് 14:14 അനുസരിച്ചുകൊണ്ട് സങ്കീർത്തനം 46:10 ലിങ്ക് ചെയ്യാവുന്നതാണ്. എന്താ വെച്ചാൽ അവിടെ പുറപ്പാട് 14:14 പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തതയായിരുന്നാൽ മതി. അതുതന്നെയാണ് ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈ ശാന്തത ഇരിക്കണ വെറുതെ ഇങ്ങനെ വായു വെള്ളവും കൊണ്ട് ശാന്തമായിട്ടിരിക്കണമല്ല, അല്ലെങ്കിൽ പാസ്ത്രം ഇട്ടുകൊണ്ടിരിക്കത്തില്ല. സൈലൻസ് എന്ന് ടീച്ചർ പറയുമ്പോൾ ഉടനെ അങ്ങനെ ഇരിക്കണമല്ല പരിപാടി. ശാന്തമാവുക, ദൈവത്തെ അറിയണത് എന്തിനാണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദിവസമാണത്. സാബത്ത് എന്തിനുള്ളതാണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദിവസം, നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളാണ്. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണെന്ന് പറയുമ്പോൾ നമ്മളവിടെ ഉയർപ്പിൻ്റെ ദിവസമാണെന്ന്, ഞാനാണെങ്കിൽ എനിക്ക് ഉയർപ്പിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞാണ് പൊതുവെ പറയണത്. പക്ഷേ അത് എൻ്റെ അണ്ടർലൈൻ എന്താണ്? നിത്യതയ്ക്ക് വേണ്ടി, നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്താണ്? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവിതം. അവിടുത്തെ അറിവുകളല്ലേ. അപ്പോൾ ശാന്തമായി ഇരുന്ന് എന്താ പറയണത്? ശാന്തമായിരുന്ന് ദൈവത്തെ അറിയുക. എന്തിനാണ് അറിയണത്? ഏകസത്യതയായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. 17:3 എടുത്തേ. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ ശാന്തമാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയെക്കുറിച്ച് അറിയുക എന്നാണ്. നിത്യതയെക്കുറിച്ച് അറിയുക എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുകയാണ്. നിത്യജീവന് വേണ്ടി അറിയുക. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണ ചില ആൾക്കാർ അപ്പം തിന്ന് സംതൃപ്തരാകാൻ വേണ്ടി വീട്, കല്യാണം, ജോലി, ജപ്തി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ? നമ്മളും വരും. പക്ഷെ അതല്ല, അതിനെ കൂടെ തന്നെ യേശുക്രിസ്തുവിനെ യഥാർത്ഥ അറിവ് എന്താണ്? നിത്യതയിലേക്കുള്ള വാതിലാണ്. ഐ ആം ദ ഡോർ. ഈശോ പറയണൊക്കെ എന്ത് രസം കേൾക്കാൻ. ഐ ആം ദ ഡോർ, ഞാനാകുന്നു വാതിൽ. ഐ ആം ദ വേ, ഞാനാകുന്നു ആ വാതിലേക്കുള്ള വഴി. ഐ ആം ദ ലൈറ്റ്, ആ വാതിൽ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന നിത്യപ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ നിത്യമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാറ്റഗോറിക്കലായിട്ടാണ് ഈശോ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ശാന്തത എന്ന് പറയുമ്പോൾ ഇത് സാബത്താണ് കേട്ടോ. ഇതെല്ലാം കടന്നു വരണത് സാബത്തിൻ്റെ അനുഭവ തലങ്ങളിലേക്കാണ് പോകുന്നത്. സാബത്ത് വല്ലാത്തൊരു സാബത്താണ്. യഹൂദിനേക്കാൾ എന്തുമാത്രം ഡെപ്താണെന്നറിയാമോ ക്രിസ്ത്യൻ സാബത്ത്? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവസ്നേഹമായാലും വിശ്വാസമായാലും എൻ്റെ നിലവാരം ഒന്ന് ചെക്ക് ചെയ്യണം. നല്ലതാണ്. എല്ലാവർക്കും വിശ്വാസമുണ്ടേ. അല്ല പിന്നെ വയനാട് നിന്നൊക്കെ ആൾക്കാർ വന്ന് ഉടമ്പെടുക്കുക, വളരെ പാവപ്പെട്ടവർ. വിശ്വാസമുണ്ട്. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ് അതുപോലെ പ്രധാനപ്പെട്ടത്. എല്ലാവർക്കും ദൈവസ്നേഹമുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസാണ് അതുപോലെ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഗ്രേസ് ഡേവിസിൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു. അവരുടെ വേറൊരു സാക്ഷ്യമുണ്ട്. അവരുടെ സാക്ഷ്യം വെച്ചാൽ അവരങ്ങനെ ഇവിടെ അമ്മയുടെ മുമ്പിൽ വന്ന് ഇരിക്കുകയാണ് ധ്യാനം കൂടാൻ വേണ്ടി. ധ്യാനം കൂടുന്ന കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞാലുമേ ചില ആൾക്കാർ അത് സീരിയസ് ആയിട്ട്, ഭയങ്കര അൾട്രാ സീരിയസ് ആയിട്ട്. ചില ആൾക്കാർ അച്ഛൻ അങ്ങനെ പറഞ്ഞാലോ ധ്യാനത്തിൻ്റെ കൂടെ ഉള്ളതായിരിക്കും, അത് അവരത്ര സീരിയസ് എടുക്കില്ല. ഗ്രേസ് ഡേവിഡിനോ ഇപ്പോൾ ഞാൻ ആ രോഗശാന്തി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും മുട്ടേ നിൽക്കാൻ പറഞ്ഞു. അവർ മുട്ടയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു
എനിക്ക് പരിശുദ്ധാത്മാവ് നൽകിയതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങളുടെ വിഷയം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം നയിക്കുന്നു, അമ്മ നിങ്ങളെ സഹായിക്കും. അപ്പോഴാണ് ഗ്രേസി ഡേവിഡ് ഓർത്തത്, ഒരു കുപ്പി വെള്ളവും കൊണ്ട് വന്നായിരുന്നു. കാര്യം അത് ഈ ബാഗിൽ വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കരുത്, ബാഗിൽ വെച്ചുകൊണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ബാഗിലെ വെള്ളം ഗ്രേസി ഡേവിഡ് എടുത്തു വെച്ച് പറഞ്ഞു, അമ്മേ ഇത് കണ്ട, എനിക്ക് ഒരു വയറ് വെച്ച് വെള്ളം നിറച്ച് കുടിക്കാനുള്ള ഒരു അനുഗ്രഹം തന്നെ. ഞങ്ങളുടെ വീട്ടിലെ വെള്ളം ഇതാണ്, ഇന്നത്തെ ബാക്ടീരിയ ആണ്, ചത്തുപോകുന്ന പറയുന്നത്, ഞങ്ങളിനി എവിടെ പോയി പൊറുക്കും. ഇത് പറഞ്ഞ് അമ്മനെ ഈ കുപ്പിയും വെള്ളവും കാണിക്കും. അത് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയും, വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ. അമ്മനെ കുപ്പിയും വെള്ളം, ഈ വെള്ളം കണ്ട അമ്മേ ഇത് കുടിക്കാൻ പറ്റത്തില്ല, ഇത് ബാക്ടീരിയയാണ്, ഞങ്ങൾ അവിടുന്ന് എവിടെ പോയി ഇതിനെ പൊറുക്കാനാണ്, ചെറിയ സ്ഥലമാണ് താമസിക്കുന്നത്. അമ്മനെ വെള്ളവും കാണിച്ചിട്ട് അവർ പോകും. വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവ് വാതിക്കൽ നിൽപ്പുണ്ട്. ഭർത്താവ് ചോദിക്കും, എടി അമ്മ വെള്ളത്തിൻ്റെ കാര്യം വല്ലതും പറഞ്ഞ? അതാ കണ്ട, അതാണ് സാധനം. ഓക്കെ, അവരെന്ത് സീരിയസ് ആയ വിഷയം എടുക്കണം, ഒരു കുടുംബം എന്ത് സീരിയസ് ആയിട്ടാണ് ആ വിഷയം എടുക്കുന്നത്. നമ്മളൊരു മന്ത്രിനെ, മുഖ്യമന്ത്രിനെ, നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ഒരാളെ കണ്ടെച്ചും വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ്. അപ്പോൾ ഗ്രേസ് എന്ന് വിളിക്കും, ഗ്രേസേ അമ്മ വെള്ളത്തിൻ്റെ കാര്യം എല്ലാം പറഞ്ഞു വന്ന് ഭർത്താവ് ചോദിക്കും. അപ്പോൾ ഗ്രേസ് പറയും, അമ്മ ഞാനെല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ നമുക്ക് നല്ലതേ വരത്തത്തുള്ളൂ. കാര്യം റിട്ടേൺ ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ, അപ്പോൾ പിന്നെ അവർക്ക് വേറെ മറുപടി പറയാം, തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, കാണിക്ക് മാത്രമല്ലേ ചെയ്തുള്ളൂ. ഞാനെല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ദീർഘനിശ്വാസത്തോടെയാണ് പറഞ്ഞത്, ഞാനെല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ എല്ലാം ചെയ്യും എന്ന് പറഞ്ഞ് അവരകത്തോട്ട് കയറിപ്പോയി. പിറ്റേ ദിവസം അവർ ജോലി കഴിഞ്ഞ് അവരൊറ്റക്കായപ്പോൾ ജപമാലയും എടുത്തുകൊണ്ട് അവർ മുറ്റത്തോട്ടിറങ്ങി ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും, ഗ്രേസേ കിണർ കുത്തണ്ടേന്ന് ചോദിക്കും. അപ്പോൾ ഗ്രേസ് നോക്കിയിട്ട് ആളെ കാണാനില്ല. അപ്പം അവൾക്ക് ഗ്രേസിനെ മനസ്സിലാവും അമ്മയാണെന്നുള്ളത് പരിശുദ്ധാത്മാ വെളിപാട് കൊടുക്കും. അപ്പോൾ പിന്നെയും ഗ്രേസിന് പറയും, നീ കിണർ കുത്തണമെങ്കിൽ ഇവിടെ കുത്താൻ പറയും, സ്വരമാണത്. ഉടനെ പറയും, അമ്മ ഇത് മുറ്റമാണല്ല, സൈഡിലെ മുറ്റം, അവിടെ ഞങ്ങൾ ടൈൽസ് ഇട്ടിരിക്കുകയാണ്, നീ അത് പറിച്ച് മാറ്റിയിട്ട് അവിടെ കിണർ കുത്താൻ പറയും. അപ്പോൾ ജവമാർ തീരുമ്പോൾ ഹസ്ബൻഡ് ഒരു പറയും, അമ്മ വന്നിട്ടുണ്ടായിരുന്നു പറയും. അവരുടെ ആ എക്സ്പ്രഷൻസ് കണ്ടില്ലേ, അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ കിണർ കുത്താൻ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഈ ഹസ്ബൻഡ് ചിരിക്കത്തില്ല, അതാണ് പ്രശ്നം. അവർ ചിരിക്കത്തില്ല. ചിരിക്കാതെ അപ്പം തന്നെ കൈക്കോട്ട് എടുത്തിട്ട് ഇതെല്ലാം മാറ്റിയിട്ട് അവർ കിണർ കുത്താൻ തുടങ്ങും. കുത്താൻ തുടങ്ങിയിട്ട് ഗ്രേസ് പറയണത്, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സമുദ്രം പോലെ വെള്ളം വന്നു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉടമ്പടിയുടെ ഒരു നിലവാരം അതാണ്. സത്യസന്ധമായ ദൈവത്തിൽ അടിയുറച്ച് മനസ്സുറച്ച് സ്നേഹിച്ച് വിശ്വസിക്കുന്നവനും അതുപോലെ തന്നെ ദൈവം ഇതുപോലെയാണ്, ബൈബിളിനേക്കാൾ പവർഫുള്ളാണ്. ബൈബിളിനേക്കാൾ എബ്രാഹത്തിൻ്റെ കാലത്തേക്കാൾ എത്രയോ ക്ലിയറാണിത്. എബ്രാഹത്തിൻ്റെ വിഷയത്തെക്കാളും ഇത് ക്ലിയറാണ്. അവിടെ ഉടമ്പടി. അപ്പോൾ എൻ്റെ സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉടമ്പടി എടുത്തെങ്കിൽ അച്ഛനിലൂടെ ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ ഓർത്തിട്ട് ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യാം, പ്രയോഗത്തിൽ വരുത്താൻ വേണ്ടി സുവിശേഷവിഹിതമായ ഒരു നടപടിക്രമം സ്വീകരിക്കുക, ഒരു ചട്ടക്രമം സ്വീകരിക്കുക. നിയമം, ചട്ടം, വാഗ്ദാനം എല്ലാം പാലിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ധനമാണ് ദൈവസ്നേഹം. ആ ദൈവസ്നേഹം നിങ്ങൾ നിറയുകയും അധർമ്മം കുറയുകയും വിശുദ്ധീകരിക്കപ്പെടുകയും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വലിയ സാക്ഷിയായി ദൈവം നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതും കുടുംബത്തിൽ ജീവിക്കുന്നതും സ്വരമായും സുഗന്ധമായും നിങ്ങൾക്ക് അനുഭവിക്കാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയാണ്. ജീവിത ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കുമെതിരെയുള്ള ദൈവിക ശക്തിയുടെ സൗഖ്യപ്രാർത്ഥനയാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്തുതിക്കുകയോ വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചെല്ലുകയോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ പ്രകടിപ്പിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ.
കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമേ. ഇത് ഓൺലൈനായി എപ്പോഴെല്ലാം ആരെല്ലാം എവിടെയെല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്നുവോ അവിടെയെല്ലാം ജീവിതത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ദൈവികമായ ജീവിത ദുരിതങ്ങളെ, തടസ്സങ്ങളെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ. കർത്താവേ, ഓരോ മകൻ്റെ മേലും മകളുടെ മേലും നിൻ്റെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവെ അങ്ങ് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ ശക്തി പടരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുതുകിൽ ശവ് പോലെ മുഴകളെ കാണിക്കുന്നവരെ ഈശോ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആന്തരികമായ അവയവങ്ങൾ ശിഷ്ടമുള്ളവരെ, വാൽവ് ചുരുങ്ങിപ്പോയവരെ, വാൽവ് വികസിക്കുന്നവരെ, കിഡ്നി ചുരുങ്ങിപ്പോയവരെ, കിഡ്നി വികസിക്കുന്നവരെയും പതിര വികസിക്കുന്നവരെയും, ശ്വാസകോശങ്ങൾ ഒതുങ്ങിപ്പോയവരെയും, അതുപോലെ തന്നെ അന്നനാളങ്ങൾ ചുങ്ങിപ്പോയവരെയും കർത്താവ് നിൻ്റെ വിശുദ്ധമായ വലതുകരത്താൽ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ മാർഗരോഗങ്ങളെ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ത്വക്ക് രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. മുട്ടിപ്പിടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണ് കാഴ്ചപ്പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചെവി കേൾക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തൈറോയ്ഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വാതരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശക്തമായി ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവേ, യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം, യേശുക്രിസ്തു വിശുദ്ധ രക്തം ഉച്ചമുതൽ ഉള്ളംകാൽ വരെ ശരീരം ആശ്രയം പൊതിയട്ടെ. മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ത്വക്ക് രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ, അസ്ഥിരോഗങ്ങൾ, അസ്ഥി ഉരുക്കങ്ങൾ, രക്തസ്രാവങ്ങൾ, മറ്റു തരത്തിലുള്ള സ്രാവരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ രോഗികളെയും സമർപ്പിച്ചു. ഓൺലൈനിലുള്ളവരും ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും ഉടമ്പടി പുതുക്കിയ വിഷയങ്ങളുടെ മേലും ഉടമ്പടി ആദ്യമായിട്ട് വെച്ച വിഷയങ്ങളുടെ മേലും അതിശക്തമായി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. Touch with the fire finger, soak with the precious blood, and do to the Catholic Church, with the power of Jesus Christ, with the miracles of the Holy Priesthood. I command you, in the name of Jesus Christ, to be കർത്താവേ, ജോലിയില്ലാത്തവരെ, സാമ്പത്തിക തടസ്സ വന്നവർ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, സ്വാഗതപടി നടക്കാത്തവരെ, കർത്താവ് സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, വാടക താമസിക്കുന്നവരെ, വഴിയില്ലാത്തവർ, കുടുംബത്തിൽ കലഹങ്ങളുള്ളവരെ, മാരകരോഗികൾ, മനോരോഗികളെ കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുക്കേണ്ട. കർത്താവ് വിവിധ വിദേശങ്ങളിൽ അകപ്പെട്ടവരെ, പോകാൻ പോകുന്ന മനുഷ്യർ, തിരിച്ചു വരാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്നവർ, വിസ കിട്ടാത്തവർ, ഓഫർ ഇട്ടവർ, വിസ കിട്ടാത്തവർ, ജോലിക്ക് ഇടം കിട്ടാത്തവർ, താമസിക്കാൻ ഇടം കിട്ടാത്തവർ, ഭക്ഷണ മാർഗമില്ലാത്തവർ, ശമ്പളം കുരുങ്ങിപ്പോയവർ, വിവാഹം ഒത്തുവരാത്തവർ, കർത്താവ് കേസ് അകപ്പെട്ടവർ, ഭാര്യാഭർത്താക്കന്മാർ കേസ് അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാ മേഖലകൾക്ക് മക്കളില്ലാത്തവർ, എല്ലാ യേശുവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ജീവ ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളെയും സമാനമായ വിഷമതകളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രതിഷീലനത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
ഉടമ്പടിക്ക് ദൈവം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ 8810 വാഗ്ദാനങ്ങൾ. അത് വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സാന്ത്വനത്തിനും ശക്തീകരണത്തിനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ സഹകാരികൾ ബൈബിളിലെ റെഫറൻസിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ്. ഉടമ്പടിയും അതിൻ്റെ മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട പങ്കാളിയും അയാളുടെ സഹകാരികളും. അപ്പോൾ നമ്മൾ ഉടമ്പടി അങ്ങനെയല്ലേ പോണത് കുടുംബങ്ങളിൽ. ഇപ്പോൾ IELTS ഒക്കെ എടുക്കാൻ പറഞ്ഞ കുഞ്ഞുങ്ങൾ, ഞാൻ അവരോട് ചോദിക്കുമ്പോൾ പറയും ആരാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിക്കുമ്പോൾ പറയും അമ്മയാണ് എടുത്തതെന്ന് പറയും, അല്ലേ? അപ്പോൾ ഭർത്താവിന് വേണ്ടി ചിലപ്പോൾ ഭാര്യ എടുക്കും, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് എടുക്കുന്ന കേസ് നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടതാണ്. അതാണ് ഉടമ്പടിയുടെ സഹകാരികളെന്ന് പറയുന്നത്. പക്ഷേ ആ ഉടമ്പടി ആരാണ് ഉടമ്പടി ചെയ്യണത്? അയാളുമായിട്ടാണ് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാക്ഷനും. ഇയാൾക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ പങ്കാണ് സഹകാരി കിട്ടണത്. പക്ഷേ ഇത് പറഞ്ഞാൽ നമ്മൾ അവസാനിപ്പിച്ചത് ഇന്ന് കഴിഞ്ഞ ആരാധനയിലെ എബ്രാഹത്തിൻ്റെ ഉടമ്പടിയുടെ സഹകാരിയായിരുന്നു ലോത്ത്. അവിടെയാണ് വിഷയം, കുഴപ്പമാണത്. എബ്രാഹാം ലോത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. ഒറ്റയ്ക്ക് പോരണ്ട, അവനെ കുറച്ച് ഊർ ദേശത്ത് കുറച്ച് ജീവിതം, സാമൂഹ്യ ജീവിതം മനുഷ്യത്വരഹിതമാവുകയും വിഗ്രഹാരം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ എബ്രാഹത്തിൻ്റെ മനസ്സിലെപ്പോഴും ഒരു ദൈവവിളി ഉണ്ടായിരുന്നു. ദിസ് ഈസ് നോട്ട് ദ ട്രൂ ഗോഡ്, ഇതല്ല സത്യമായ ദൈവം. സത്യമായ ദൈവം മനസ്സിൽ അവനെ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ചുകൊണ്ട് അവൻ ആ ദിശ അനുധാവനം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാതെ ലോത്തിനെയും വിളിച്ചുകൊണ്ട് പോയി. എബ്രാഹത്തിന് വന്ന ആദ്യത്തെ പരാജയമാണത്. ലോത്തിനെ വിളിച്ചുകൊണ്ട് കൂടെ പോയത്. എബ്രാഹത്തിന് വന്ന രണ്ടാമത്തെ പരാജയമാണ് ഹാഗറിനെ പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ എബ്രാഹാം പലപ്പോഴും പൗലോസിൻ്റെ ഭാഷയിൽ വിശ്വാസത്തിൻ്റെ പിതാവാണെങ്കിലും നമ്മൾ പരിശുദ്ധ അമ്മയുടെ റെഫറൻസിൽ വരുമ്പോൾ എബ്രാഹത്തിന് മാർക്ക് കുറഞ്ഞു വരും. എബ്രാഹാം നമ്മുടെ ഈ കാലഘട്ടങ്ങളിലെ മോഡൽ ഇല്ലാതാകായി വരും. കാര്യം എബ്രാഹാം തിന്മയോട് സഹകരിച്ചു എന്നുള്ളതാണ് പ്രശ്നം. എന്താ കാര്യം? തിന്മയോട് സഹകരിച്ചെന്ന് പറയാൻ കാര്യം എന്താണ്? ലോത്ത് ഇളയപ്പൻ്റെ ചിറ്റപ്പൻ്റെ മകനാണ്. അവനെ കൊണ്ടുപോകുന്നപ്പോൾ അവൻ ദൈവവുമായിട്ട് അവന് സഹകരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ലോത്ത് ഒരിക്കലും അങ്ങനെ ആയിട്ടില്ല. ലോത്തിൻ്റെ വഴിയാണ്. ഇപ്പോൾ യേശാവിൻ്റെ വഴി, യാക്കോബിൻ്റെ വഴിയെങ്കിലും യേശാവിനെ ഞാൻ വെറുത്തു, യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ള സത്യമുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 അദ്ദേഹം പറഞ്ഞോളൂ. റോമ 9:13. റോമ 9:13. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞു. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അതാണ് ഒരു വിഷയം. ഒരു വീട്ടിൽ ചേട്ടനും അനിയനുമാണ്, പക്ഷെ ഒരാൾ വെറുക്കപ്പെട്ടു പോകുന്നു. ഇറ്റ്സ് എ ട്രാജഡി. വെറുക്കപ്പെട്ടവനായി മാറുന്ന ഒരാൾ. വൈ? ഉടമ്പടി എടുത്തിരിക്കുന്നവരും ഉടമ്പടി ആനുകൂല്യം പ്രാപിക്കുന്നവരും ആത്മശോധന ചെയ്യണം. ഞാൻ ഏതെങ്കിലും കാരണവശാൽ ദൈവത്താൽ വെറുക്കപ്പെട്ടവനാണോ? അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം? അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് കൂടെ സഹകരിക്കാത്തവൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം കർത്താവേ. യേശുവേ ആരാധന. എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അതായത് ടേക്ക് ദ റെഫറൻസ് മത്തായി 12:30. എന്നോട് ഏറ്റുപറഞ്ഞ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പോൾ എന്താണ് എൻ്റെ സഹോദരനെ മനസ്സിലാക്കുന്നത്? കർത്താവിൻ്റെ കൂടെ അല്ലാതെ ശേഖരിക്കാൻ പറ്റുമെന്ന്. കൈയടിച്ച് കർത്താവിനെ. ഇത് വലിയൊരു ദൈവികമായ രഹസ്യമാണ്. വി ക്യാൻ ഹാർവെസ്റ്റ് ഇൻ ദ ആബ്സൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് കൊയ്ത് കൂട്ടാൻ പറ്റും. പക്ഷെ എന്താ പ്രോബ്ലം? അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ ടു ലോത്ത്. എന്തുകൊണ്ടാണ് ഈ അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ ലോത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ലോത്ത് എപ്പോഴും തിന്മയുടെ ശക്തിയുമായിട്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമ്മൾ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും ഒരു വേർപാടിൻ്റെ ജീവിതമാണ്. ദൈവത്തിന് നിരക്കാത്ത സ്വഭാവങ്ങളുള്ള, പെരുമാറ്റങ്ങളുള്ള വ്യക്തികളുമായിട്ട് സൂക്ഷിച്ച് പെരുമാറണം. ചിലപ്പോൾ നിങ്ങളുടെ നാത്തൂനാകാം, അമ്മയാകാം, അയൽവാസിയാകാം, നിങ്ങളുടെ പാർട്ട്ണറാകാം. നിങ്ങൾക്ക് അവരോട് സഹകരിക്കാം, മാനുഷികമായ രീതിയിൽ സഹകരിക്കാം.
പക്ഷേ നിങ്ങൾ ആ സഹകരണത്തിൻ്റെ പേരിൽ യു മസ്റ്റ് നോട്ട് ലോസ്റ്റ് യുവർ ഗ്രേസ്. അതൊരു പ്രിക്കോഷൻ ഉണ്ടാകണം. നിന്റെ കൃപ നഷ്ടപ്പെടാൻ പാടില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മയുടെ സാഹചര്യങ്ങളെ വേഗപൂർവ്വം നിർത്തുപേക്ഷിച്ച് മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. എബ്രാഹാം കാനാൻ ദേശത്ത് താമസിച്ചപ്പോൾ ലോത്ത് കൂടാരമടിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതാണത്. എന്താണ്? ലോത്ത് തൻ്റെ കൂടാരം സോദോം വരെ നീട്ടിയടിച്ചെന്ന്. സോദോമിലെ ആൾക്കാരെ സ്വർഗഭോഗികളും ഗേസെക്സ് ഉള്ളവരും പലതരത്തിലുള്ള മ്ലേച്ഛ ജീവിതമുള്ളവരുമാണ്. അവരുമായിട്ട് ലോത്ത് സഹകരിച്ചു എന്നാണ് പറയുന്നത്. ഉടമ്പടിയുടെ സഹകാരിയായിരുന്നു ലോത്ത്. എബ്രാഹത്തിൻ്റെ അത്രയും വസ്തുവകകളെല്ലാം ലോത്തിന് കിട്ടിയതാണ്. പക്ഷെ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ലോത്തിൻ്റെ ഓഹരി ജോർദാനാണ്. നോക്കിയേ, എബ്രാഹത്തിൻ്റെ ഓഹരി കാനാൻ ദേശമാണ്. ജോർദാനും കാനാൻ ദേശത്തിനും ഇടക്കൂടി ഞാനൊരു ദിവസം ഇസ്രായേലിൽ പോയപ്പോഴേ എനിക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായി. സത്യം പറഞ്ഞാൽ ജോർദാൻ നദി ഇങ്ങനെ കിടക്കുകയാണ്, ഒരു ചെറിയൊരു ചെരുവിൽ കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ജോർദാനിലേക്കാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇസ്രായേൽ ഇത്തിരി പൊങ്ങിയതാണ്, വെള്ളം അപ്പം അധികം കയറത്തില്ല. പക്ഷേ ആ സ്ഥലമാണ് എബ്രാഹാം തിരഞ്ഞെടുത്തത്. ലോകത്ത് കുറച്ചുകൂടി ഫലപുഷ്ടമായ സ്ഥലം നോക്കിയെടുത്തത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എത്ര ഫലപുഷ്ടമായ ബുദ്ധി കൊണ്ട് ആയോജിച്ച് തിരഞ്ഞെടുത്താലും എല്ലാ ഫലപുഷ്ടിയും അനുഭവിക്കാൻ യോഗ്യമാകുന്നത് ഒറ്റ കണ്ടീഷൻ കൊണ്ടാണ്. വാഗ്ദാനം പ്രാപിക്കാൻ പറ്റിയ അടിസ്ഥാന യോഗ്യത വിശ്വാസം കൊണ്ട്. കൈയിട്ടിച്ച് കർത്താൻ. ഉൽപ്പത്തി 13:9-10 തിരുവചനങ്ങൾ. ഉൽപ്പത്തി 13:9-10. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പൊയ്ക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. ഒന്ന് പറഞ്ഞ ജോർദാൻ സമതലം മുഴുവൻ, ജോർദാൻ സമതലം മുഴുവൻ ഫലപുഷ്ടിയുള്ള സ്ഥലമാണെന്ന് ലോത്ത് കണ്ടു. അപ്പോൾ അന്ന് ഫലപുഷ്ടി ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് ലോത്ത് പോയത് ഓപ്ഷൻ വന്നപ്പോഴേ. പക്ഷേ ഒരു ലോത്തും എബ്രാഹും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് വിശ്വാസത്തിന് മറുപടി പറഞ്ഞു. എബ്രാഹാം വിശ്വാസത്തിലാണ് സഞ്ചരിക്കുന്നത്, മറ്റുള്ളൊരു വസ്തുതകളിലാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് രണ്ട് ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് വസ്തുത. ഇപ്പം നിന്നെ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ ഇപ്പം ഗതി ഉണ്ടാകത്തില്ല. പക്ഷെ നീ വിചാരിക്കുന്നു എൻ്റെ കർത്താവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഞാൻ മൂലം തന്നെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്ന് നീ ചിന്തിച്ചാൽ അന്ന് മുതൽ കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കും. കൈയിട്ടിച്ച് കർത്താവ് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഭൂമിക്ക് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് അബ്രാഹത്തിലൂടെ അരുളി ചെയ്ത വചനങ്ങൾ ഉരുവിട്ട് ഞങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് എന്താണ് വിശ്വാസം? അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ട ഒരു സത്യമുണ്ട്. ഇപ്പോൾ എബ്രാഹത്തിന് വിശ്വാസമുണ്ട്, ലോത്തിന് വിശ്വാസം ഇല്ല. വിശ്വാസമില്ലാത്തവൻ വസ്തുതകളാണ് നോക്കുന്നത്. വിശ്വാസമുള്ളവൻ തന്നെ വിശ്വാസത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ മനസ്സോർക്കും. കൈയിടിച്ച് കിടന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ദിവ്യകാരുണ്യമേ, പരിശുദ്ധപരമ ദിവ്യകാരുണ്യമേ, മുൾക്കിടം ചൂടിയവനെ പരിശുദ്ധപരമേ ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്ക് വേണ്ടി മഹത്വപൂർണ്ണനായി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധപരമ ദിവ്യകാരുണ്യമേ, ഉന്നതമായ നാമത്തിന് സ്വത്രം ചെയ്യണം. ഇപ്പോഴും ഇവിടെ ഓൺലൈനിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഈ ആശീർവദികളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാദം വലുതുകരം ഈ ഓരോ മക്കളുടെ ശിരസിനും വെക്കണം. മാർഗരോഗങ്ങൾ, തീരാവ്യാധികൾ, സാമ്പത്തികമായ ദുരിതങ്ങൾ, കുടുംബ തകർച്ചകൾ, ലഹരിയുടെ ആസക്തികൾ എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ.